സ്കിലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബിസിനസ് +1 ബിസിനസിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ പറ്റിയാണ്. അതിനു മുമ്പേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് പറയാനുള്ളതെന്നല്ലേ, എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന ഓരോ ക്ലാസ്സുകളും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററുകളും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റുകളും എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഈ ഓരോ ചാപ്റ്ററും ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കുക എന്ന് പറയുന്നതും 1 മണിക്കൂർ കൊണ്ട് തീർക്കുക എന്ന് പറയുന്നതും അല്ല ആ ഒരു ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ അരമണിക്കൂർ കൊണ്ട് തീർക്കുന്നു എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തോന്നാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു പാഠത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെ അതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു വീഡിയോ ആക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ക്ലാസ് കാണുന്ന ഒട്ടും പഠിക്കാത്ത ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷ തലേ ദിവസം ഈ ഒരു പാഠവും കണ്ട് അല്ലെങ്കിൽ ഈ ഒരു പാഠം കൃത്യമായിട്ട് കണ്ടിട്ട് പോയാൽ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോയാൽ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അവന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ അപ്പോൾ ഒരിക്കലും പറയുന്നില്ല ഒരു എ ഗ്രേഡോ A+ഓ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. നമുക്കൊരു A+ഓ എ ഗ്രേഡോ സ്കോർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇമ്പോർട്ടന്റ് മാത്രം പഠിച്ചാൽ പോരാ, ആ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് അതിനുള്ള ഒരു ടൈം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇവിടെ കിട്ടണമെന്നില്ല. അതിനാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു അരമണിക്കൂർ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാടേ, ഫസ്റ്റ് പോർഷനിലേക്ക് പോകാം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചാപ്റ്റർ അല്ലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ഒരു ബിസിനസ് എന്താണ്, ബിസിനസ് ഓർഗനൈസേഷൻ എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നാമത്തെ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. വേണ്ടവർ എന്ത് ചെയ്യുക, നമ്മുടെ ഒന്നാമത്തെ വീഡിയോ എന്ത് ചെയ്യുക, പോയി കാണുക. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ബിസിനസ് ഓർഗനൈസേഷനുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടും 5 തരത്തിലാണുള്ള. അത് ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, 2 പാർട്ണർഷിപ്പ്, 3 ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, 4 ജോയിന്റ് സ്റ്റോക്ക്, 5 കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോ എത്ര തരത്തിലാണുള്ളത്, 5 എണ്ണം. ഏതൊക്കെ? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, 4th ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, 5 കോപ്പറേറ്റീവ്. അതിൽ നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നാണ് പറയാൻ പോകുന്നത്. ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നടത്തുന്ന ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുകയാണെങ്കിൽ ആ ഒരു ബിസിനസിനെ പറയുന്ന പേരാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഒരാൾ നടത്തുമ്പോൾ എന്തൊക്കെയാണ് ഉപയോഗം, അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് ഒറ്റ ഇതിൽ പറയുകയാണ് ചെയ്യുന്നത്. ഒരാൾ ബിസിനസ് നടത്തുമ്പോൾ അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ തീരുമാനങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, എടുക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക മാത്രമല്ല, അതുപോലെ തന്നെ പെട്ടെന്ന് ഓരോ തീരുമാനങ്ങൾ, ഡിസിഷനുകൾ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഒരു ബിസിനസിന്റെ അകത്തുള്ള പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ എത്ര രൂപയാണുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും. എന്റെ കയ്യിൽ ഇപ്പൊ 5 ലക്ഷം രൂപ ഉണ്ട്, ആ 5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റുന്നതാണ്. അതാണ് അതിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റൊരെണ്ണം പറഞ്ഞാൽ, ഒരു ബിസിനസിന്റെ അകത്ത് പ്രോഫിറ്റ് ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒറ്റയ്ക്ക് അങ്ങ് എടുക്കാം. കാരണം അത് നമ്മൾ മാത്രം നടത്തുന്ന ബിസിനസ് ആണ്. അത് മറ്റൊരാളെ കാണിക്കേണ്ടതോ അല്ലെങ്കിൽ കൊടുക്കേണ്ടതോ വീതിച്ചു കൊടുക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. ബിക്കോസ് ദിസ് എന്റർപ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഈസ് ഫുള്ളി ഓൺഡ് ബൈ എ സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ബൈ മീ. നമ്മൾ ഒറ്റയ്ക്ക് നടത്തുകയാണെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യും. ഒരു ബിസിനസിന്റെ അകത്ത് എന്തെങ്കിലും ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് എന്റെ ചെവിയിലല്ലേ ഇരിക്കുള്ളൂ. ഞാൻ ആരുടെ ഷെയർ ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഇവിടെ പാർട്ട്നേഴ്സ് ആയിട്ട് ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഈ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് എന്ത് പറയാടെ, അതുവഴി നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി കിട്ടുന്നതാണ്. എന്ന് പറയാൻ പറ്റുന്ന സംതൃപ്തി കിട്ടുക എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്നു, അത് ഭയങ്കര ലാഭത്തിൽ പോയി, സ്വാഭാവികം ദൈവമേ എന്റെ ബിസിനസ് അത്ര അടിപൊളിയായി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സുകൊണ്ട് എന്ത് ചെയ്യും, ഉള്ളിലൊരു സന്തോഷം തോന്നുന്നതിലൂടെ, അതിനാണ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഏതൊരു കാര്യത്തിനും അഡ്വാൻറ്റേജും കാണും, ഒരു ഡിസഡ്വാൻറ്റേജും കാണും. എന്താണ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും? അഡ്വാൻറ്റേജ് നല്ല വശങ്ങളാണ്, അത് നമ്മൾ പറഞ്ഞു.
ഇനി മോശം വശങ്ങൾ എന്തൊക്കെയായിരിക്കും അവിടെ? മോശം വശങ്ങൾ എന്തായിരിക്കും? ഒരാൾ ഒറ്റയ്ക്ക് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ലാഭം സംഭവിച്ചാൽ ഒറ്റയ്ക്ക് എടുക്കാം, അതുപോലെ നഷ്ടം സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് അയാൾ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു പോരായ്മയല്ലേ ആണേ. പിന്നെന്താണ് പറയുന്നത്? ലിമിറ്റഡ് ഫണ്ടാണ്. വളരെ കുറച്ച് ഫണ്ട് മാത്രമേ ഏതിനുള്ളൂ? കാരണം ഇപ്പൊ എന്റെ കയ്യിൽ 5 ലക്ഷം രൂപയുള്ളൂ. ആ 5 ലക്ഷം രൂപയെ നിന്നുകൊണ്ട് എനിക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടാ ഒരു 10 ലക്ഷം കൂടെ താ എന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ നിങ്ങളും വാ എന്ന് പറയാൻ പറ്റൂലല്ലോ. സിംഗിൾ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ നടത്തുന്നതാണ്. സ്വാഭാവികമായിട്ടും അയാളുടെ കയ്യിൽ എത്ര രൂപയുടെ വരുമാനമാണോ ഉള്ളത്, അല്ലെങ്കിൽ എത്ര രൂപയാണോ ഉള്ളത്, ആ ഒരു രീതിയിൽ തുടങ്ങാൻ പറ്റും. പിന്നെ എന്താണ് പറയുന്നത്? ലിമിറ്റഡ് ലൈഫ് എന്നാണ് പറയുന്നത്. വളരെ കുറച്ച് കാലയളവ് മാത്രമേ ഇതിനുള്ളൂ. കുറച്ച് കാലയളവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി, ഞാൻ എന്തെങ്കിലും മരണപ്പെടുന്നു, സോ എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക് ആർക്കും തന്നെ ഇത് ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ബിസിനസ് അവിടെ വെച്ച് എന്ത് ചെയ്യും? നിൽക്കുന്നതാണ്. സോ അതുപോലെ തന്നെ ലിമിറ്റഡ് സ്കിൽ എന്നാണ് പറയുന്നത്. എന്താണ് ലിമിറ്റഡ് സ്കിൽ എന്ന് പറയുന്നത്? എന്നുവെച്ചാൽ എനിക്ക് എത്രത്തോളം കഴിവുണ്ട് അതിനനുസരിച്ച് എന്റെ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയും. ഈ ഒരു ബിസിനസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് വളരെ ഈസി ആയിട്ട് പറയാം. ഒരു ജയറാമിന്റെ പഴയ സിനിമ ഉണ്ട്, അതിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി, പഴയ ഹിന്ദുക്കള് അവരുടെ ഫാമിലി ഓൺ ചെയ്യുന്ന ബിസിനസ്സുകളാണ് എന്ന് പറയുന്ന ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. കാരണം അവിടെ മറ്റൊരു മെമ്പേഴ്സ് ഇല്ല. അവിടെ ഒരു അഡ്മിഷൻ കിട്ടുക അല്ലെങ്കിൽ അവിടുത്തെ ഒരു മെമ്പർ ആകുക എന്ന് പറയുന്നത് ബൈ ബർത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടുന്നതാണ് അവിടുത്തെ അംഗത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാധാരണ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സിലെ അംഗമാവാൻ മേജർ ആവണം എന്ന് പറയും. ഇവിടെ മൈനർ ആയിട്ടുള്ളവർക്കും എന്ത് ചെയ്യാം? മെമ്പർ ആവാനായിട്ട് പറ്റുന്നതാണ്. അപ്പോ ഈ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആരായിരിക്കും നോക്കി നടക്കുന്ന? കർത്ത എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും. ആരാണ് കർത്ത? അപ്പൊ നിങ്ങൾ ചോദിക്കും, ആരാണ് ഈ കർത്തയാള്? കർത്തയാളെന്നല്ലേ പറയുന്നത്? കർത്ത എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലെ ഏറ്റവും തലമൂത്ത വ്യക്തിയാണെന്ന് പറയുന്നത് കർത്ത എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ ജീവനോടുണ്ടെങ്കിൽ അത്. അപ്പൊ ആ ഒരു പുള്ളി മരണപ്പെട്ടാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാണോ അയാളായിരിക്കും എന്ത് ചെയ്യുന്നത്? അടുത്ത കർത്തയായിട്ട് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അടുത്ത പറയുന്നത് ഏതാണ്? ഇവിടെ നമുക്ക് ഫോം ചെയ്യണമെങ്കിൽ മിനിമം എന്ത് ചെയ്യണം? മിനിമം 2 പേര് വേണം. എത്ര പേരെങ്കിലും വേണം? മിനിമം 2 പേരെങ്കിലും വേണം. പിന്നെ എന്താണ് പറയുന്നത്? അവിടുത്തെ ലയബിലിറ്റി. അയാൾക്ക് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നഷ്ടം സംഭവിച്ചാലും അവിടെയുള്ള പാർട്ട്നേഴ്സ് അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. നോക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് ആ ഒരു ജോയിൻ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി നഷ്ടം സംഭവിച്ചാൽ അവരുടെ പാർട്ട്നേഴ്സിന്റെ കുടുംബത്തിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദാറ്റ് മീൻസ് ദ പാർട്ട്നേഴ്സ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. പക്ഷെ ഇവിടെ ഡിസ്അഡ്വാൻറ്റേജിൽ നമുക്ക് എന്ത് പറയാം? പക്ഷേ കർത്തയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിന് നഷ്ടം സംഭവിച്ചാൽ കർത്ത എന്ന് പറയുന്ന ആളുടെ ലയബിലിറ്റി എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. കാരണം ആ ഒരു ബാധ്യത ആര് തീർത്തേ പറ്റുള്ളൂ? കർത്ത എന്ത് ചെയ്തേ പറ്റുള്ളൂ? തീർത്തേ പറ്റുള്ളൂ. അടുത്ത പറയുന്നത് ആ ഒരു ബിസിനസിന്റെ അകത്ത് എല്ലാ തീരുമാനങ്ങളും ആരായിരിക്കണം ഏറ്റെടുക്കേണ്ടത്? കർത്തയായിരിക്കും. ആ ഒരു ബിസിനസിനകത്ത് എല്ലാ തീരുമാനങ്ങളും ആരായിരിക്കും ഏറ്റെടുക്കേണ്ടത്? കർത്തയായിരിക്കും. അപ്പോ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് വിച്ച് ഈസ് ഫുള്ളി ഓൺഡ് ബൈ അല്ലെങ്കിൽ വിച്ച് ഈസ് ഫുള്ളി കൺട്രോൾഡ് ബൈ ആരെന്നാണ് പറയുന്നത്? കർത്ത എന്നാണ് പറയുന്നത്. അടുത്ത പറയുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. എന്താണ് കണ്ടിന്യൂറ്റി? കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ആ ഒരു ബിസിനസ് കണ്ടിന്യൂ എത്ര നാൾ നിൽക്കുമെന്നാണ് പറയുന്നത്? നിലനിൽക്കുമെന്നാണ് പറയുന്നത്. കർത്ത മരിച്ചു കഴിഞ്ഞാലും അടുത്ത ഒരു വ്യക്തി വരും എന്ത് ചെയ്യാൻ? പകരത്തിന്. അപ്പോ അടുത്ത നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞെന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോ ആ ഒരു ബിസിനസിനകത്ത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ബിസിനസിന്റെ അകത്തുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കും എന്നാണ് പറയുന്നത്? കർത്തയാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ അവിടുത്തെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒരേപോലെ എന്ത് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല വേറൊരു അഡ്വാൻറ്റേജ് പറയാം.
ഇങ്ങനെ ഒരു സ്ഥാപനം, ഒരു ബിസിനസ് നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? പരസ്പരം ഫാമിലീസിന്റെ ഇടയിൽ, കുടുംബങ്ങളുടെ ഇടയിൽ, കുടുംബ വ്യക്തികളുടെ അല്ലെങ്കിൽ കുടുംബ മെമ്പേഴ്സിന്റെ ഇടയിൽ എന്തുണ്ടായിരിക്കണം? ഒരു സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടായിരിക്കണം. അടുത്ത പറയുന്നത് എന്താണ് പാർട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. എന്താണ് പാർട്ണർഷിപ്പ്? എന്താണ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് അല്ലെങ്കിൽ ഒരാളെന്നല്ല പറഞ്ഞത്, രണ്ടിൽ കൂടുതൽ വ്യക്തികളോ തമ്മിൽ എന്ത് ചെയ്യുമോ? രണ്ടിൽ കൂടുതൽ വ്യക്തികളോ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് നിന്നുകൊണ്ട് ബിസിനസ് എന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ്? എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ? ദ റിട്ടേൺ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. അപ്പോ എന്താണ് പറയുന്നത്? പാർട്ട്നേഴ്സ് തമ്മിൽ എഴുതി തയ്യാറാക്കപ്പെട്ട എന്താണ് പറയുന്നത്? ഒരു എഗ്രിമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്ത അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് പറയാം. ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, നിയമപരമായി വാലിഡിറ്റി ഉള്ളതാണ്. പാർട്ട്നേഴ്സിൽ തമ്മിൽ എന്തുണ്ടാവും? പ്രോഫിറ്റ് വന്നാലും ലോസ് വന്നാലും എങ്ങനെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരിക്കണം. ബിസിനസ് ലീഗലി അപ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. പരസ്പരം പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു മ്യൂച്വൽ വിശ്വാസം ഉണ്ടായിരിക്കണം. പാർട്ട്നേഴ്സ് മിനിമം 2 പേരും മാക്സിമം 50 പേര് വരെ ആവാം. ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. നഷ്ടം എന്ത് സംഭവിച്ചാലും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നാലും കൊടുത്ത് തീർത്തേ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ്? നോ കണ്ടിന്യൂറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് പഴയ കൺസെപ്റ്റ് ആണ്. നമുക്ക് ഇവിടെ വേറെ രീതിയിൽ പറയാം. അല്ലെങ്കിലും നോ കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനും എന്റെ കൂട്ടുകാരനും ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ മരണപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ മാറുന്നു, എനിക്ക് മതിയടെ എന്ന് പറഞ്ഞ് മാറേണം. അയ്യോ മതിയേ എന്ന് പറഞ്ഞ് മാറേണം. അപ്പൊ അവിടെ പിന്നെ അവനാണ് ഒറ്റയ്ക്ക് ചെയ്യേണ്ട. ഇവിടെ പകരം ഒരാൾ വരണമെന്ന് നിർബന്ധം, ഞാനോ എന്റെ ഫാമിലിയിലുള്ള ഒരാളോ വരണമെന്ന് നിർബന്ധം ഇല്ല. അവർക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, വേണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? കണ്ടിന്യൂ ചെയ്യണ്ട. നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അടുത്തെന്താണ് പറയുന്നത്? നമുക്ക് ഏതൊക്കെ രീതിയിൽ എന്ത് ചെയ്യാന്നാണ് പറയുന്നത്? നമുക്കൊരു പാർട്ട്ണർ വന്നാൽ മീൻസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോകാം. നമുക്കൊരാള് റിട്ടയർ ആയി പോവാം, കമ്പനി അടച്ചു മൂടി പോവാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മരണപ്പെടാം. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? മാറിപ്പോകുന്നതാണ്. അപ്പൊ നമ്മളിവിടെ പറയാൻ പോണത് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് ആണ് പറയുന്നത്. പാർട്ണർഷിപ്പ് പ്രധാനമായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഡ്യൂറേഷന്റെ ബേസിസിലും ഒന്ന് ലയബിലിറ്റിയുടെ ബേസിലും. അപ്പോ കാലപരിധി അതാണ് ഡ്യൂറേഷൻ. അതുപോലെ തന്നെ ലയബിലിറ്റി ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയെന്ന് താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത പറയുന്ന പാർട്ണർഷിപ്പ് ഡീഡ് ഞാൻ അത് ഓൾറെഡി പറഞ്ഞു. റിട്ടേൺ അല്ലെങ്കിൽ ഫോറൻ എഗ്രിമെന്റിനെയാണ് ഒന്നുകിൽ വാക്കാൽ അല്ലെങ്കിൽ എഴുതപ്പെടുന്ന അതിനാണെന്ന് പറയുന്ന പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഓറൽ അല്ല, റിട്ടേൺ ആണ് ഏതെന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ആ ഒരു പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? സ്വാഭാവികമായിട്ട് കമ്പനിയുടെ പേര്, പാർട്ട്നേഴ്സിന്റെ പേരും അഡ്രസ്സും, ഏത് രീതിയിലുള്ള ബിസിനസ്, തയ്യൽ കടയാണ്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്, അതിന്റെ ഒറിജിനൽ സ്ഥലം എവിടെയാണ്, പാർട്ണർഷിപ്പ് അതിന്റെ കാലാവധി എത്ര നാളത്തേക്കാണ്, എത്ര ക്യാപിറ്റൽ ഓരോ പാർട്ട്നേഴ്സ് കൊണ്ടുവന്നു, പ്രോഫിറ്റ് വന്നാൽ വീതിച്ചു കൊടുക്കുന്ന എങ്ങനെ, സാലറി ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ, കമ്മീഷൻ ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ, ഓരോ പാർട്ട്നേഴ്സിനും പിൻവലിക്കാൻ പറ്റുന്ന വലിച്ചെടുക്കാൻ പറ്റുന്ന പൈസയുടെ കണക്ക്, അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിന് എത്ര രൂപയുടെ ഇൻട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം അടങ്ങുന്നതാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡിന് ഞാൻ ഓൾറെഡി പറഞ്ഞ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡ്യൂറേഷന്റെ ബേസിലും ഒന്ന് ലയബിലിറ്റിയുടെ ബേസിലും. ഡ്യൂറേഷൻ ബേസിൽ ആദ്യം പറയുന്ന വില്ലും 2 പർട്ടിക്കുലർ പാർട്ണർഷിപ്പും. വില്ലെന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു സമയമോ നമുക്ക് എന്ത് ചെയ്യാം? നോട്ടീസ് കൊടുത്തൊക്കെ എന്ത് ചെയ്യാം? നമുക്കൊരു ആഗ്രഹം, വില്ലെന്ന് പറഞ്ഞ ആഗ്രഹം, നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ ശരി മതി, അത്ര കാലയളവും കാര്യങ്ങളും ഒന്നുമില്ല, എനിക്ക് മതി, നീ ആയിട്ടുള്ള എല്ലാ പരിപാടിയും മതി, നിർത്തി. പക്ഷെ പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ സ്പെസിഫിക് വെഞ്ചർ പീരീഡ് എൻഡ്സ് ആഫ്റ്റർ കംപ്ലീഷൻ. എന്നുവെച്ചാൽ ഒരു പ്രത്യേക കാര്യം നടക്കുന്നതിന് വേണ്ടി. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്കൊരാളെ ഇഷ്ടമാണ്, ഞാൻ പോയി ആ പെണ്ണിനെ എങ്ങനെ വളർത്തിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവള് വരുന്നതിന് വേണ്ടി അവൾക്ക് വേണ്ടിയിട്ട് സമയം സെറ്റ് ചെയ്ത് എന്റെ കാര്യങ്ങളെല്ലാം മാറ്റി അവൾ വളഞ്ഞു കഴിയുമ്പോൾ കാര്യം നടന്നു, ഇനി അടുത്ത പ്ലാൻ, വേറെ പ്ലാനിലോട്ട് പോകാം. അതാണ് ഇത് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ലയബിലിറ്റി. അതിൽ ജനറൽ പാർട്ണർഷിപ്പ് ഉണ്ട്, ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ഉണ്ട്. ജനറൽ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിനും ലയബിലിറ്റി എങ്ങനെയായിരിക്കും, അവരുടെ രജിസ്ട്രേഷൻ എങ്ങനെയായിരിക്കും എന്നെല്ലാം. ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ആകുമ്പോൾ മിനിമം 1 അൺലിമിറ്റഡ് പാർട്ണർ, ഒരാണെങ്കിലും അൺലിമിറ്റഡ് ആയിരിക്കണം.
മറ്റേതെന്ന് പറയുന്നത് എല്ലാ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എന്ത് തന്നെയാണ്, അൺലിമിറ്റഡ് ആയിരിക്കും. എന്നാൽ ലിമിറ്റഡ് പാർട്ണർഷിപ്പില് ഒരു മിനിമം ഒരാളുടെ ലയബിലിറ്റി എന്തായിരിക്കണം, അൺലിമിറ്റഡ് ആയിരിക്കണം. ഇവിടെ നമ്മൾ പറയുന്ന കുറച്ച് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സുകളുണ്ട്. പാർട്ട്നേഴ്സിന് പലതരത്തില്. ആക്റ്റീവ്, നമ്മൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ ദിവസം വരുന്നു, വർക്ക് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, പൈസ തരുന്നു, എല്ലാം ചെയ്യുന്നു. അത് ആക്റ്റീവ് പാർട്ണർ. സ്ലീപ്പി പാർട്ണർ എന്ന് പറഞ്ഞാൽ അയാൾ ഉറക്കമായിരിക്കും, പൈസയൊക്കെ തരും പക്ഷെ ഉറക്കമായിരിക്കും. നോമിനൽ പാർട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ്, അയാളുടെ പേര് മാത്രമേ തരത്തുള്ളൂ. എന്നുവെച്ചാൽ അയാൾക്ക് നല്ല പേരായിരിക്കും, ആ പേര് നമുക്ക് തന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ രക്ഷപ്പെടും. പക്ഷെ അയാൾ പൈസയും തരത്തില്ല, കമ്പനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ അയാൾ പാർട്ണർ അല്ല, ബട്ട് ലയബിൾ ഇഫ് ഹി മേക്ക് അതേഴ്സ് ബിലീവ് ദാറ്റ് ഹി ഈസ്. എന്നുവെച്ചാൽ ആക്ച്വലി ഞാൻ നിങ്ങളുടെ കമ്പനിയുടെ പാർട്ണർ അല്ല, ഞാൻ എല്ലായിടത്തും പറയും ഞാൻ അവിടുത്തെ പാർട്ണറാണ്. അപ്പൊ ഞാൻ എങ്ങനെ ആണെന്ന് പറയുന്നത് കേട്ടിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളെ കമ്പനിയിലോട്ട് വരും, അല്ലെങ്കിൽ നമ്മളെ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് വരും. അതാണ് പാർട്ണർ ബൈ എസ്റ്റോപ്പൽ. ഓൺലി എന്റെ പേര് മാത്രമേ കൊടുക്കത്തുള്ളൂ. പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റഡ് എ പാർട്ണർ ഡസൻ ഡിനേ ലയബിൾ ഫോർ ഫേംസ് ഡെപ്റ്റ്. ഒരു പാർട്ണറെ റെപ്രസെന്റ് ചെയ്യും, അയാൾ ഡിനേ ചെയ്യത്തില്ല. എന്താണ് ഡിനേ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിക്ക് എന്ത് ബാധ്യതയാണ് ഞാൻ ഏറ്റെടുത്തോളാം, അങ്ങനെയുള്ള ആളാണ് പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. സീക്രട്ട് പാർട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരും നിന്ന് ഒളിച്ചിരിക്കും, പക്ഷെ അയാൾ ആക്റ്റീവായിട്ട് നിൽക്കും, പക്ഷെ എന്റെ പേര് വരാനായിട്ട് അയാൾക്ക് എന്തില്ല, താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൈനർ ആസ് പാർട്ണർ. നമുക്ക് മൈനറിനെ എന്ത് ചെയ്യാം, ഒരു പാർട്ണർ ആക്കാനായിട്ട് പറ്റുന്നതാണ്. 18 വയസ്സും എന്താണ് അറ്റൈൻ ചെയ്യാത്ത വ്യക്തി എന്ത് ചെയ്യാം, പാർട്ണർ ആക്കാൻ പറ്റോടെ. എ മൈനർ ഈസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് അറ്റൈൻ ദി ഏജ് ഓഫ് 18 ആൻഡ് ഹെൻസ് ഈസ് ഇൻകോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. എ പേഴ്സൺ ഡ്യൂറിംഗ് ഹിസ് മൈനോറിറ്റി മേ ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഹി മേ ആക്ട് ആസ് എ പാർട്ണർ ഓഫ് ദ ഫേം. ദ ലയബിലിറ്റി ഓഫ് ദ മൈനർ പാർട്ണർ ഈസ് ലിമിറ്റഡ്. ചില സാധാരണ 18 വയസ്സിന് താഴെയുള്ള ആളെ പാർട്ണറായിട്ട് എടുക്കത്തില്ല. അഥവാ അങ്ങനെ എടുക്കുകയാണെങ്കിൽ പോലും ചില ബിസിനസ് പാർട്ണർഷിപ്പിന്റെ ചില ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയാളെ അങ്ങനെ എടുക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ ലയബിലിറ്റി, ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അടുത്ത നമ്മൾ പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു ഗെറ്റ് എ ഫേം രജിസ്റ്റേർഡ്. എല്ലാ ഫേമും, എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ പാർട്ണർഷിപ്പും രജിസ്റ്റർ ചെയ്യണമെന്ന് നല്ല നിർബന്ധം ഉണ്ടാടേ പാർട്ണർഷിപ്പിന്റെ പേരിൽ ഇല്ല. ബട്ട് ആൻ അൺരജിസ്റ്റേർഡ് ഫേം റിമെയിൻസ് ഡിപ്രൈവ്ഡ് ഓഫ് സം സ്പെസിഫിക് റൈറ്റ്സ്, therefore it is beneficial to get it registered. എന്ന് പറഞ്ഞാൽ ഈ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ബെനിഫിറ്റും കാര്യങ്ങളും കിട്ടണമെന്നും ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ആൾക്കാരും ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഇത് ചെയ്തേ പറ്റുള്ളൂ, അമ്മാര് പരിപാടിയൊന്നും ഇല്ല. പക്ഷെ ചെയ്താൽ നിനക്ക് കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്ത് ചെയ്യും, അങ്ങ് തരോടെ എന്ന് പറയും. അപ്പൊ അതിന്റെ പ്രൊസീജിയർ ആണ് പറയുന്നത്. ഫീസ് അടയ്ക്കണം, ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മൾ എന്തിനാ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ മറ്റേ സ്കൂളിലൊക്കെ പോകുമ്പോൾ പ്ലസ് 1 അഡ്മിഷന് പോകുമ്പോൾ, ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് 1 വന്നപ്പോൾ ഒരുപാട് അത് കൊടുത്ത് ഇത് കൊടുത്ത് ഫീസ് കൊടുത്ത് നിങ്ങളെ സർട്ടിഫിക്കറ്റ് അപ്രൂവൽ മേടിച്ചെല്ലാം ചെയ്തില്ലേ, അതുപോലെയൊക്കെ തന്നെ ചെയ്തു. വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. നമുക്കിനി പറയുന്നത് അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസിയാണ്. 2 പാർട്ണർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫോം ചെയ്യാം, നല്ല മാനേജർ ഉണ്ടാക്കാം. 2 പേരാകുമ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്റെ കയ്യിലുള്ള പൈസയും നിങ്ങളുടെ ഉള്ള പൈസയും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നിപ്പിച്ചുകൂടെ. അപ്പൊ ക്യാപിറ്റൽ എന്ത് ചെയ്യോടെ, കൂടും. റിസ്ക് ഷെയർ ചെയ്തോടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, റിസ്ക് ഷെയർ ചെയ്യാം. സീക്രസി, ഒരു കമ്പനിയുടെ അകത്ത് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യും. കാരണം രണ്ടോ മൂന്നോ പാർട്ട്ണറാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ബിസിനസ് വളരണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളെ 3 പേരെ വിട്ടെന്ത് ചെയ്യത്തില്ല, ആ ഒരു ബിസിനസ് പുറത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു ഇൻഫർമേഷൻ, ബിസിനസിനെ ബാധിക്കുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ അത് എന്ത് ചെയ്യത്തില്ലടേ, പുറത്തോട്ട് പോകത്തില്ല. അതുപോലെ തന്നെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ് ലയബിലിറ്റി. നഷ്ടം വന്നാൽ കൊടുത്തേ പറ്റുള്ള സഹോദരൻ, വേറെ ഒരു രക്ഷയില്ല. പിന്നെ എന്താണ്, ലിമിറ്റഡ് റിസോഴ്സുകൾ. നമ്മുടെ എത്ര പാർട്ണർ ഉണ്ടോ അത്രയും റിസോഴ്സേ നമ്മുടെ കയ്യിലുള്ളൂ, അല്ലാതെ പുതിയതായിട്ട് റിസോഴ്സോ കാര്യങ്ങളോ ഒന്നും ആരും കൊണ്ട് തരത്തൊന്നും ഇല്ല. പിന്നെ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞത് എന്താണ്, ഡിസ്പ്യൂട്ട്സ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻസ്. ഒപ്പീനിയനുകൾ പലതാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. നോ കണ്ടിന്യൂറ്റി, അവിടെ എന്തില്ല, ഒരു കണ്ടിന്യൂറ്റി ഇല്ല, ഒരു എന്താണ് പറയുന്ന, ഒരു സ്ഥിരത ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ഒരാള് വേണ്ട, മരിച്ചുപോയി, മരണപ്പെട്ടു പോയി, എന്ത് ചെയ്യാം,
അവിടെ അവരെ മാറ്റിയിട്ട് അവരെ വെച്ച് ബാക്കി എന്ത് ചെയ്യാം, ആ പോയ അല്ലെങ്കിൽ മരണപ്പെട്ട ആളെ റിട്ടയർ ആൾക്കുള്ള ബെനിഫിറ്റ് എല്ലാം കൊടുത്തുകൊണ്ട് അയാൾ എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത പറയാൻ പോകുന്നത് എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറഞ്ഞാൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് എന്തൊക്കെ, ഒരു പെപ്സി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, നൈക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, അഡിഡാസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. അപ്പൊ ഈ കമ്പനിക്കൊക്കെ കമ്പനി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പനിക്ക് ഒരുപാട് നല്ല വശങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു പെപ്സി കുടിച്ച് നമുക്കൊരു പ്രശ്നം വന്നു, നമ്മൾ കമ്പനിയുടെ സിഇഒക്ക് എതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ പെപ്സി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനാണ് എന്ത് ചെയ്യുന്നത്, കംപ്ലൈന്റ് കൊടുക്കുന്നത്. അപ്പോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലീഗൽ എൻറ്റിറ്റി, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്താണ് പറയുന്ന, ഇത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. എന്ന് വെച്ചാൽ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ലാ, അല്ലെങ്കിൽ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലാ വിച്ച് ഹാവ് എ കോമൺ സീൽ എന്നാണ് പറയുന്നത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് ഹാവ് എ കോമൺ സീൽ. അപ്പൊ എന്താണ് പറയുന്ന, കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു കൃത്രിമ സാധനമാണ്, അല്ലെങ്കിൽ കൃത്രിമ മനുഷ്യനാണ് ഏതെന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഇതല്ലേ, പോയിന്റ് അല്ലേ. പിന്നെ എന്താണ് പെർപ്പച്വൽ സക്സഷൻ. എന്താണ് പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നടത്തുന്ന കമ്പനി, ഞാൻ മരണപ്പെട്ട ആ സ്ഥാനത്തേക്ക് എന്റെ മകൻ വരും, അല്ലെങ്കിൽ എന്റെ ഭാര്യ വരും. അങ്ങനെ ഇപ്പൊ ആരും ഇല്ല കേട്ടോ, ഭാര്യയായിട്ട് ആരും ഇല്ല, ഞാൻ പറഞ്ഞതാണ്. ഭാര്യ ഉണ്ടാക്കി ആര് വന്നേനാ, ഭാര്യ വന്നേനാ. അടുത്ത ലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡ് ആണ്. ആരുടെ, ഞാനിപ്പോ 10 ലക്ഷം രൂപ കൊണ്ടുവന്നു, നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ കൊണ്ടുവന്നു. അപ്പം എത്ര രൂപയാണോ കൊണ്ടുവന്നത് ആ ഒരു ക്യാപിറ്റൽ വഴി എന്താണ്, അതുവരെ ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. ട്രാൻസ്ഫറബിൾ ഷെയർസ്, ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റൂടെ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ് മീൻസ് ഇപ്പൊ എനിക്ക് ഷെയർ, എന്റെ 10 ഷെയർ ഉണ്ട്, എനിക്ക് പൈസക്ക് അത്യാവശ്യമാണ്, 5 ഷെയർ എനിക്ക് എന്ത് ചെയ്യാം, പുറത്ത് കൊടുക്കാം. ഓണർഷിപ്പ്, ഡയറക്ടേഴ്സ് മാനേജ് നോട്ട് ഷെയർ ഹോൾഡേഴ്സ്. ഈ കമ്പനിയുടെ അകത്തുള്ള മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്, ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സിന് വിലയില്ല എന്നല്ല, ഷെയർ ഹോൾഡേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അവരുടെയും കൂടെ സമ്മതത്തോടു കൂടി ചേർന്ന് കൊണ്ടാണ് ആര് തീരുമാനങ്ങൾ എടുക്കുന്നത്, ഡയറക്ടേഴ്സ് തീരുമാനം എടുക്കുന്നത്. അവിടെ എന്താണ്, കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. കമ്പനിയുടെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങുമ്പോൾ 2013 കമ്പനീസ് ആക്ട് പ്രകാരം എന്ത് ചെയ്തിരിക്കണം, അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ പാടായിട്ടുള്ള കാര്യമാണ്. ഇതിൽ തന്നെ നമ്മൾ അഡ്വാൻറ്റേജും പഠിച്ച് ഡിസഡ്വാൻറ്റേജും പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്ത് കാണാം, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങാനായിട്ട് മിനിമം 2 പേരും മാക്സിമം എത്ര പേരും വേണമെന്നാണ് പറയുന്നത്, 200 പേര് വരെ ആകാം എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു തരത്തിലും എന്ത് ചെയ്യത്തില്ല, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പാടായിട്ടുള്ള കാര്യമാണ്. വേണമെങ്കിൽ നമുക്ക് ഹാർഡ് ടു അല്ലെങ്കിൽ നോ സീക്രസി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഉള്ള, അപ്പൊ സോ ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രൊസീജിയർ, വളരെ പാടായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പബ്ലിക് കമ്പനി എന്നാണ് പറയുന്നത്. അവിടെ മിനിമം തുടങ്ങാനായിട്ട് എത്ര പേര് വേണം, 7 പേര്, മാക്സിമത്തിൽ ലിമിറ്റില്ല എത്ര പേര് വേണോ ആവാം. അപ്പൊ ഒരാളെന്നല്ല പറയുന്നത്, എത്ര, 7 പേര്, മാക്സിമം എത്ര പേര് വേണോ നമുക്ക് എന്ത് ചെയ്യാം, ആവാം. അതുപോലെ തന്നെ ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് എന്താണ് പറയുന്നത്, ഇപ്പൊ എന്റെ പേരിൽ അപ്പൊ സൂരജ് പ്രൈവറ്റ് PVT ലിമിറ്റഡ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. മനസ്സിലായില്ലേ, സൂരജ് പ്രൈവറ്റ് ലിമിറ്റഡ്. കാരണം ഒരു പ്രൈവറ്റ് കമ്പനി ആണെന്ന് അറിയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ, LTD മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇനിയിപ്പോ ഇതിന്റെ ഒരു എന്താണ് പറയുന്ന ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനി എന്താണ്, പബ്ലിക് കമ്പനി എന്താണ്, അത് പരീക്ഷയ്ക്ക് ഒരു 50-50% ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യവുമാണ്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു കമ്പനിക്ക് നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് കമ്പനിക്ക് കുറച്ച് പബ്ലിക് കമ്പനിയൊക്കെ കുറച്ച് പ്രിവിലേജസ്, അധികാരങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. അത് എന്തൊക്കെയെന്ന് ഞാൻ എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രധാനമായിട്ടും ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ, അവിടെ 2 പേരുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റും, മറ്റേ സ്ഥലത്ത് 7 പേര് വേണം. ഓക്കെയാണ്, അത് ഒന്നാമത്തെ പോയിന്റ്. ഒരു കമ്പനി തുടങ്ങുന്നതിന് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. Invite to subscribe the shares of private company. There is no need to issue
എ പ്രോസ്പെക്ട്സ് ആസ് പബ്ലിക്. പബ്ലിക്കിന് പ്രോസ്പെക്ട്സ് ഇഷ്യൂ ചെയ്യണമെന്നുള്ള നിബന്ധനകളൊന്നും തന്നെ പ്രൈവറ്റ് കമ്പനിക്ക് ഇല്ല. അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി എന്ത് ചെയ്യാം, ക്യാൻ സ്റ്റാർട്ട് ആസ് സൂൺ ആസ് ഇറ്റ് റിസീവ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഒരു ബിസിനസ് പ്രൈവറ്റ് കമ്പനി ഒരു പ്രൈവറ്റ് ബിസിനസ് കമ്പനി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതി? ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം മതി. അത് തുടങ്ങിയാൽ എപ്പം വേണോ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം എത്ര പേര് വേണം? 2 പേര് വേണം. പക്ഷെ പബ്ലിക് കമ്പനിയിലാണെങ്കിൽ മിനിമം 3 പേര് വേണം. മാക്സിമം 2ലും എത്ര വേണം? 15 വരെ ആകാം എന്നാണ് എന്ത് ചെയ്തത് പറയുന്നത്. അതായത് പ്രൈവറ്റ് കമ്പനി ഈസ് നെസസറി ടു കീപ് ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ്. പ്രൈവറ്റ് കമ്പനി എന്ത് ചെയ്യണം? നോട്ട് നെസസറി എന്ന് വെച്ചാൽ അവിടെ ഒരു ആവശ്യമില്ല, കമ്പനിയുടെ എത്ര പേര് അങ്ങനെ ഇങ്ങനെ അടങ്ങുന്ന ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പബ്ലിക് കമ്പനിയിൽ കൃത്യമായിട്ടുണ്ടല്ലോ, കാരണം അത് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റും കൂടെയാണ് ഇതെന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇതിൽ ലാസ്റ്റ് പാഠത്തിന്റെ ലാസ്റ്റ് എന്നല്ല പറയുന്നത്, നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ്സിൽ വരുന്ന ഒരു പോർഷനിലാണ് പറയുന്ന കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇത് തുടങ്ങിയിരിക്കുന്നത് മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ട് സഹായിക്കുന്നതിന് വേണ്ടി. കോപ്പറേറ്റീവ് ബാങ്ക് കേട്ടിട്ടില്ലേ? സഹകരണ സംഘം, ചെറിയ പലിശ വായ്പകൾ കൊടുക്കുക, അങ്ങനെ ചിട്ടികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പരസ്പരം ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് ഇത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ല, ആർക്ക് വേണോ ഫ്രീ ആയിട്ട് വരാൻ പോകാം, ആർക്ക് വേണോ മെമ്പർഷിപ്പ് എടുക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെ നല്ല ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ മന്ത്രി എന്താണ് പറയുന്നത്, പാർട്ടിക്കാരെ വിളിക്കണം, അവിടെ വിളിക്കണം, ഇപ്പുറത്തെ പാർട്ടിക്കാരനെ വിളിക്കണം, MLA വിളിക്കണം. ഇത് പണ്ടത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്. ഈ നിയമപരമായിട്ട് കോപ്പറേറ്റീവ് ആക്ട് 1969 ആക്ട് പ്രകാരം നിയമ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. കുടുംബത്തിൽ നിന്നും കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അറിയാലോ പാർട്ടിക്കാരാണല്ലോ നടത്തുന്നത്. പിന്നെ എന്താണ് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? 1 man 1 vote, ഒരാൾക്ക് ഒരു വോട്ട്. ആ ഒരു സ്വാതന്ത്ര്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, കോപ്പറേറ്റീവിൽ നടക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് അല്ല, വെൽഫെയർ ആണ് ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്ത് പറയുന്നുണ്ട്? അഡ്വാൻറ്റേജസുകൾ പറയുന്നുണ്ട്. അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെരിറ്റ് എന്നൊക്കെ പറയാം. അവിടെ എല്ലാവർക്കും ഒരേ തുല്യ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. സ്ഥിരമായ നിലനിൽപ്പുണ്ട്. നിന്ന് തുടങ്ങിയ നാളെ അടച്ചുപൂട്ടത്തൊന്നുമില്ല, കാരണം ഇത് ഗവൺമെന്റിന്റെ അണ്ടറിലൂടെ വരുന്നതാണ്. എക്കോണമി ഇൻ ഓപ്പറേഷൻ, നമ്മുടെ ഇവിടെ ഒരു തരത്തിലും മിഡിൽ മാൻ ഇല്ല, മധ്യസ്ഥം നിന്ന് വഹിക്കാനല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി എന്ത് ചെയ്യാം, ചോദിച്ച് മനസ്സിലാക്കി ലോൺ എടുക്കുകയോ വായ്പ എന്തോ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് പോയി ചെയ്യാം. അവിടെ ഒരു മിഡിൽ മാൻ വേണ്ട ആവശ്യം ഇല്ല. ഗവൺമെന്റ് കയ്യിൽ നിന്ന് എന്തുണ്ടായിരിക്കും? സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നതാണ് ഫണ്ടിന്റെ അവൈലബിലിറ്റി കുറവാണ്. എല്ലാവരും കഴിവുള്ളവരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റൂടെ? ഇല്ല. സോ പുവർ മാനേജ്മെന്റ് ആണ്. പിന്നെ എന്താണ്? നോ സീക്രസി. അവിടെ എന്ത് ചെയ്യത്തില്ല, സീക്രസി ഒന്നും തന്നെ ഇല്ല, കാരണം എല്ലാവരും ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യും പറയും. അപ്പൊ അവിടെ സീക്രസി ഇല്ല. പിന്നെ എന്താണ് പറയുന്നത്? ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വഴക്കും. ഗവൺമെന്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എല്ലാ റൂൾസും റെഗുലേഷൻസ് ആര് പറയുന്ന പോലെ ഗവൺമെന്റ് പറയുന്നല്ല, സ്വാഭാവികമായിട്ട് അപ്പൊ അവിടെ അടിയും ഉണ്ടാവും. പിന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ഉണ്ട്. കൺസ്യൂമർ കോപ്പറേറ്റീവ്, പ്രൊഡ്യൂസർ, മാർക്കറ്റിംഗ്, ക്രെഡിറ്റ്, ഫാമിംഗ്, ഹൗസിംഗ്. ഇതിൽ തന്നെ എല്ലാത്തിനും പേരും അല്ലെങ്കിൽ തന്നെ അവരുടെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കൺസ്യൂമർ എന്ന് പറയുമ്പോൾ എന്താണ്? സാധനങ്ങളും സേവനങ്ങളും മേടിക്കുന്ന ആൾക്കാർ. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽസ് മേടിച്ച് വിൽക്കുന്ന ആൾക്കാർ. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സാധനം നല്ല വിലയ്ക്ക് ഫെയർ പ്രൈസിൽ വിൽക്കുക എന്നുള്ളത്. കാരണം അവർ ഉണ്ടാക്കുന്നതിനേക്കാൾ വില താഴെ പോയി ഇവർ അടച്ചുപൂട്ടി വീട്ടിലിരിക്കേണ്ടി വരും. അപ്പൊ ഇവരെല്ലാവരും സംരക്ഷിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് അതാത് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരിക്കുന്നത്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് എന്ത് ചെയ്യുക? നമ്മൾ ലോണും മറ്റും എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഫാമിംഗ് ആകുമ്പോൾ എന്താണ്? ഫാർമേഴ്സിന് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഹൗസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? വീടും മറ്റു കാര്യങ്ങളും റെന്റിനും അല്ലാതെയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത കോസ്റ്റ് ഓഫ് ഫോം ഓഫ് ബിസിനസ്. കോസ്റ്റ് ഓഫ് ഫോം ഓഫ് ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, കോസ്റ്റ് എന്ന് പറയുന്ന സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ലോ കോസ്റ്റ് ആയിരിക്കും, കമ്പനിയിൽ ഹൈ കോസ്റ്റ് ആയിരിക്കും. ഈസി ഫോർമേഷൻ സോൾ പ്രൊപ്രൈറ്റർ വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യാം. ആ കമ്പനിയിലോ കോപ്പറേറ്റീവിലോ. ഇതിലിപ്പോ പറയുന്നത് മൊത്തത്തില് ചോയ്സ് ഓഫ് ദ ബിസിനസ് എന്റർപ്രൈസ് എന്നാണ് പറയുന്നത്. ഒരു ബിസിനസ് എന്റർപ്രൈസ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? ഒന്ന് നമുക്ക് അതിന്റെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാം, നമുക്ക് ഉണ്ടാവുന്ന ചെലവിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ പറയുന്നത് എന്താണ്? ഈസി ഫോർമേഷൻ, നമുക്ക്
ഏറ്റവും പെട്ടെന്ന് ഏത് തുടങ്ങാം? കമ്പനി ആയിട്ട് തുടങ്ങണോ, പാർട്ണർഷിപ്പായിട്ട് തുടങ്ങണോ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് തുടങ്ങണോ, അങ്ങനെ എന്ത് ചെയ്യാം നോക്കാം. ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടം വന്നാൽ ആര് സഹിക്കും? അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകും. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞത് ആര് നോക്കും എന്ന് അതിനെപ്പറ്റി ഒരു വ്യക്തത വേണം. മാനേജ്മെന്റ് എബിലിറ്റി, എന്നെ കൊണ്ട് പറ്റോടെ, പക്ഷെ എനിക്ക് വലിയ വിവരം വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയ ബിസിനസ് എന്റെ പൈസയും പോയി ഭഗവാനെ ഞാൻ തൂങ്ങേണ്ടി വരുമോ? അതാണ് നമ്മളുടെ പല കൂടെ. ഞാൻ അവനെയും കൂടെ കൂട്ടി ഞാനും അവനും കൂടെ ചേർന്ന് നടക്കുമോ, മാനേജ്മെന്റ് കഴിവുള്ളതാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണോടെ നോക്കണം. പിന്നെ ക്യാപിറ്റൽ, നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്, ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നോക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ. പിന്നെ എന്താണ് പറയുന്നത്, ഡിഗ്രി ഓഫ് കൺട്രോൾ. ഡിഗ്രി ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ആരൊക്കെ ഇതിൽ ഇൻവോൾവ് ആവണം, ആരൊക്കെ ഇൻവോൾവ് ആവാൻ പാടില്ല എന്നെല്ലാം വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ഒരു ബോധം ഉണ്ടായിരിക്കണം നമുക്ക്. അതുപോലെ തന്നെ നേച്ചർ ഓഫ് ബിസിനസ്. നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഇത് ഏത് ടൈപ്പ് ബിസിനസ് ആണെന്നും, ഇത് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നതും, ഇത് ആരെ ഫോക്കസ് ചെയ്താലാണ് നമ്മൾ പൈസ കിട്ടുന്നത് എന്നെല്ലാം വ്യക്തമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതാണ് എന്ന് പറഞ്ഞ നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച ഈ ഒരു ചാപ്റ്റർ വളരെ നന്നായിട്ട് മനസ്സിലായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുക, നല്ലപോലെ തറവായിട്ട് എന്ത് ചെയ്യുക, നോക്കുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും, നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ബൈ.